എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നേ ഞാനൊരു കാര്യം പരിചയപ്പെടുത്താൻ. കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ സാധാരണ എല്ലാവരും പോയിട്ട് DDRC പോയിട്ടാണ് നമ്മളല്ലേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ശരിക്കും പോയിട്ടാണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, ഞാൻ അണയ്ക്കുന്നുണ്ട്. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വരുമ്പോൾ പൊതുവേ ഞാൻ വാട്സപ്പിൽ ഓഡിയോ കൊടുക്കുന്നത്. എനിക്ക് ടൈപ്പ് ചെയ്യുന്നതിനോട് അത്രയും വശമില്ല, ടൈപ്പ് ചെയ്യാൻ താമസം എടുക്കും. അപ്പം ഞാൻ ഓഡിയോ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കും എന്താ അണയ്ക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ സത്യത്തിൽ എനിക്ക് അണയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഇച്ചിരി കയറ്റം കയറുമ്പോൾ തന്നെ എന്നെ അങ്ങ് അണയ്ക്കുന്നുണ്ട്. അപ്പം ഞാനത് അത്ര വലിയ സിമ്പിളാ കാര്യമാക്കില്ല. കാരണം എനിക്ക് ഷുഗർ വീട്ടിൽ നോക്കുന്ന മെഷീൻ ഉണ്ട്. ഷുഗർ നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഷുഗർ കുറവാണ്, 90, വൈകിട്ട് നോക്കിയപ്പോഴും 90, 95 കാണത്തുള്ളൂ. പ്രഷറും നോർമലാണ്. അപ്പം കൊളസ്ട്രോൾ ഒരു ഇച്ചിരി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പം രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയേർഡായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നല്ല ജോലിയുണ്ട്. ഞാൻ വെക്കുന്ന പാചകങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. കാരണം നമ്മൾ പറയത്തില്ലേ, പാചകക്കാർ തന്നെ അവർ വെക്കുന്ന ഫുഡ് അവർ കഴിക്കില്ല എന്ന് പറയില്ല. സത്യത്തിൽ അവർ സത്യമാണ് പറയണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപ്പ് നോക്കി അത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പക്ഷേ കഴിക്കാൻ തോന്നത്തില്ലേ, നമ്മളങ്ങ് മടുക്കും ആ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം നമുക്ക് ചെടിപ്പ്. പക്ഷേ എനിക്ക് പൊതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചമ്മന്തിയും ചോറും പൊതിച്ചോറും ഒക്കെ ഇഷ്ടമുള്ള ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ലാണ്ടായി. നമ്മൾ വെക്കുന്ന ഫുഡ് നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ വന്ന് എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ ഞാൻ പറയും ഹിന്ദ് ലാബ് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ HLL സംരംഭം. ഓക്കെ, അതാണ് ഹിന്ദ് ലാബ്സ്. പരിശോധനകൾ 20% മുതൽ 60% കുറഞ്ഞ നിരക്കിൽ, എല്ലാവിധ രക്തപരിശോധനകൾ. അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ ഹിന്ദ് ലാബിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ ഈ ഇടയ്ക്ക് ഹിന്ദ് ലാബിനെ കുറിച്ച് അറിയുന്നത്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ. അപ്പം DDRCയെക്കാട്ടിലും റേറ്റ് കുറവാണ് ഹിന്ദ് ലാബിനെന്ന് ഞാനൊന്ന് അറിഞ്ഞു. അപ്പം ഞാൻ പോയി എൻ്റെ എല്ലാ ചെക്കപ്പും നടത്തുമ്പം എനിക്ക് എത്ര എമൗണ്ടാണ് ആവുന്നതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും DDRCയെക്കാട്ടിലും റേറ്റ്. കാരണം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ മാസവും ഇതൊക്കെ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ഒരു 40 ഏജ് കൂടെ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം നോക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഹിന്ദ് ലാബിൽ എനിക്ക് എത്ര എമൗണ്ടായി ഈ ചെക്ക് ചെയ്തപ്പോൾ എമൗണ്ട് റേറ്റൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഹിന്ദ് ലാബിലേക്കൊന്ന് കയറിപ്പോട്ടെ. കൊടുത്തിരിക്കുന്നുണ്ട് ഹിന്ദ് ലാബ്. അതിൻ്റെ ലാബ് എന്നുള്ളതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാനും ഒന്ന് ഹിന്ദ് ലാബിലേക്കൊന്ന് കയറിയിട്ട് വരാം. ഞാൻ ഹിന്ദ് ലാബിൽ വന്നിട്ട് ഞാൻ എൻ്റെ എല്ലാ ടെസ്റ്റ് നടത്തി. ഇവിടുത്തെ കണ്ടോ, ഈ ഒരു കാര്യം കണ്ടോ, ഞാൻ നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കാണിച്ചു തരുവാണ്. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഉണ്ട് 15, മാർക്കറ്റിലാണെങ്കിൽ 35, കൊളസ്ട്രോൾ 40, മാർക്കറ്റിൽ 90, ബ്ലഡ് ഗ്ലൂക്കോസ് 100, മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് വാല്യൂ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നത് 200, TSH TFT ഉണ്ട് 100, 160. ഇവിടെ 100 ഉള്ളൂ, പക്ഷെ പുറത്ത് 160. ലിപ്പിഡ് പ്രൊഫൈല്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അങ്ങനെയുണ്ടോ. ഇത് ഹിന്ദ് ലാബിൻ്റെ റേറ്റും മാർക്കറ്റ് റേറ്റുമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിന്ദ് ലാബിൻ്റെ മൊത്തത്തിൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് 1200 രൂപയ്ക്ക്. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ രണ്ടുപേർ നിൽക്കുന്നുണ്ട്, കോട്ടും ഒക്കെ ഇട്ട് മാസ്കും ഒക്കെ ഇട്ട്. ഒരാൾ മാസ്ക് ഇട്ടിട്ടുള്ളത് നല്ല സമീപനം മാത്രമല്ല, നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി. എൻ്റെ എന്താ പറയുക, BP നോക്കിയപ്പോൾ 130/78 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് അറിയുന്നതെന്ന് വെച്ചാൽ ഇത് മെഡിക്കൽ കോളേജിൽ ലാബിൽ പോയിട്ടാണ് വരുന്നത്. അങ്ങനെയും കൂടി അല്ല, ചുമ്മാ വെറുതെ നോക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനിയിപ്പോൾ DDRC ഇതിനെക്കാട്ട് റേറ്റ് കുറയാണ് ഞാൻ പറയുക. അതുകൊണ്ട് എല്ലാവരും ഹിന്ദ് ലാബിൽ വന്നിട്ടിരിക്കണം. ഞാനിവിടെ 4-5 ഭാഗത്തുള്ള ഹിന്ദ് ലാബിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെ ഹിന്ദ് ലാബ് കാണുന്നോ, ഇതിപ്പം വീഡിയോ കാണുന്ന ദൂരെ ഇരിക്കുന്നവർ അവിടെ എവിടെ ഹിന്ദ് ലാബ് ഉണ്ടോ അതിൽ പോയിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. കാരണം അത്രയും റേറ്റ് കുറവാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ വേണ്ടേ, എനിക്കവർ കുറിച്ച് തന്ന ലിസ്റ്റാണേ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ 15 രൂപയാകത്തുള്ളൂ. കൊളസ്ട്രോൾ നോക്കുന്നതിന് 40 രൂപ. ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതിന് 245 രൂപ. ലിവർ ഫങ്ഷൻ നോക്കുന്നതിന് 245 രൂപ. തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിന് 220 രൂപ. പിന്നെ 3 months ആവറേജ് ഷുഗർ HbA1c എന്ന് വെച്ചാൽ 3 monthsലാണ് 280 രൂപ. പിന്നെ കിഡ്നി ഫങ്ഷന് 140, RFT, CBC 120,
പിന്നെ നമ്മുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒരു ഷുഗർ ചെക്കിങ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് PPBS 15 രൂപ. അപ്പോൾ അങ്ങനെ കേട്ടോ ഹിന്ദ് ലാബിൻ്റെ റേറ്റുകൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയത് മൊത്തത്തിൽ 1200 രൂപയുടെ ആ ഒരു ഇതാണ് മൊത്തത്തിലുള്ളതാണ് നോക്കിയത്. ഓക്കെ, അപ്പം അപ്പം എൻ്റെ അപ്പോൾ പ്രഷർ മാത്രം ആ റിസൾട്ട് അപ്പോൾ കിട്ടിയതാണ് ഞാൻ ഇട്ടത്. ഇനിയും ബാക്കിയുള്ളതിൻ്റെ ഈവനിങ് വരും. അപ്പോൾ ഞാൻ ഏകദേശം പറയാം. അപ്പം എൻ്റെ ഷുഗർ നോക്കിയതിൻ്റെയൊക്കെ ഈവനിങ്ങിലെ റിസൾട്ട് ഈവനിങ് നമ്മുടെ വാട്സപ്പിൽ കൂടെ തന്നെ ഈവനിങ്ങിൽ അവരുടെ റിസൾട്ട് എത്തി. ഇത് മെഡിക്കൽ കോളേജിൽ ചെന്ന് ചെക്ക് ചെയ്തിട്ട്. അപ്പം ഞാൻ ഈ റേറ്റുകൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും ഈ പുറത്ത് നമ്മൾ DDRCയിലും മറ്റുള്ളിടത്തും ഒക്കെ പോയി നമ്മൾ ഇല്ലാത്ത ക്യാഷ് കൊടുത്ത് നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, ഹിന്ദ് ലാബുകളിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഹിന്ദ് ലാബിൽ തന്നെ പോയി ചെക്ക് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് എന്തായാലും എല്ലാം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പോയിട്ട് എന്തായാലും മന്ത്ലി ഇതൊക്കെ നോക്കേണ്ട അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ റിസൾട്ട് ഇനി ഈവനിങ്ങിലേ വരത്തുള്ളൂ. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ പറയാം. അതുവരെ കാത്തിരിക്കുക. അപ്പം BP നോർമലാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ളതിനെ കുറിച്ച് അറിയില്ല. ഷുഗർ ഞാൻ എൻ്റെ വീട്ടിലെ മെഷീനിൽ തന്നെ നോക്കാറുണ്ട്. അപ്പോഴൊക്കെ 90 കാണിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കി എനിക്ക് കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നടക്കുമ്പോഴേക്കും എന്നെ അണയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഒത്തിരി സങ്കടമുള്ളത്. ഇനി കൊളസ്ട്രോൾ ഉണ്ടോ, കൂടുതലാണോ? കാരണം കൊളസ്ട്രോൾ കൂടി അത് ഹാർട്ടിനെയൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട്, അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് ബ്രെഡ് ഫാക്ടറി കയറി ഞാനൊരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു. അത് താണ്ടേ റോ റീഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജ്യൂസ് എനിക്ക് വിശക്കി ഇതാക്കി. കാരണം ഇപ്പോൾ ഇവിടെ 11 മണിയായി. ഞാൻ 10 കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നോക്കാനായിട്ട് പോയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ.